വെൽക്കം ബാക്ക് ടു ഓൾ PSC എക്സാം ടിപ്സ്. മാത്സ് ഫോർ സക്സസ് എന്ന് പറയുന്ന വീഡിയോ ക്ലാസ് സീരീസിൽ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സംഖ്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ആയിട്ട് പരീക്ഷകളൊക്കെ ചോദിച്ചിരിക്കുന്ന വിവിധ ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു ടൈപ്പ് ചോദ്യം പരിചയപ്പെടാം. 41 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ പഠിക്കണം. അത് 10,000 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 10,000 എന്ന് പറയുന്നത് 41 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 10,000 ഒന്ന് 41 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സിസ്റ്റം എത്ര കിട്ടുന്നു നോക്കുക. 10,000 41 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്രയാണ് സിസ്റ്റം എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 41 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വട്ടം പോകും. നമുക്കത് 82 ആണെന്ന് അറിയാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് 18 ആണ്. 180ലേക്ക് വരുമ്പോൾ 4 വട്ടം പോയിട്ടുണ്ടെങ്കിൽ 164 വരുന്നു. പിന്നെ നമ്മൾ ഇവിടെ 6 160 വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 വട്ടം പോകുന്നു. അപ്പോൾ ഇവിടെ 123, സിസ്റ്റം വരുന്നത് 37 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് 41 വെച്ചിട്ട് 10,000 ഹരിച്ചപ്പോൾ കിട്ടിയ സിസ്റ്റം എന്ന് പറയുന്നത് 37 ആണ്. ഈ 41 37 തമ്മിലുള്ള ഡിഫറൻസ് സിസ്റ്റമായി ലഭിച്ചിരിക്കുന്ന 47 അതുപോലെ സിസ്റ്റമായി ലഭിച്ചിരിക്കുന്ന 37 41 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4ന്റെ ഡിഫറൻസ് ആണ് നമുക്ക് അറിയാൻ പറ്റും. അതിനർത്ഥമാകുന്നത് എന്താണ്? ഈ പറയുന്ന 10,000 ഈ സിസ്റ്റമായിട്ട് ലഭിച്ചിരിക്കുന്ന 37 41 തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള 4 കൂട്ടിയാൽ കിട്ടുന്ന നമ്പർ എന്നാണ് ഈ പറയുന്ന 41 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അതായത് നമുക്ക് പറയാൻ പറ്റും ഏറ്റവും ചെറിയ അഞ്ചക്ക നമ്പർ 41 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? 10,004 ആണെന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ഇവിടെ ഉത്തരമായിട്ട് വരിക. ഇനി പരീക്ഷിക്കുകയാണെങ്കിൽ വേറൊരു ചോദ്യം ചോദിക്കാം. 41 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്ന് ചോദിക്കാം. അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 10,000 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഈ 37 കിട്ടും. അത് ഈ 10,000 കുറയ്ക്കുക. 10,000 കുറയ്ക്കുക എന്താണ്? ഈ 37 എന്താണ്? 10,000 കുറയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു നമ്പർ ഉണ്ടല്ലോ, അതായിരിക്കും ഏറ്റവും വലിയ 4 അക്ക നമ്പർ 41 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ 41ന് പകരമായിട്ട് ഏത് നമ്പർ തന്നോട്ടെ അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ പറയുന്ന ലോജിക്കാണ്. 4 അക്ക നമ്പറാണെന്ന് ചോദിച്ചെങ്കിലോ, ഏറ്റവും ചെറിയ 4 അക്ക നമ്പറാണെന്ന് ചോദിച്ചെങ്കിലോ, അപ്പോൾ 10,000 പകരം നമ്മൾ എടുക്കേണ്ടത് ഏതാണ്? 1000 എന്ന് പറയുന്ന ആ ഒരു നമ്പറാണ് എടുക്കേണ്ടത്. ഇനി ഏറ്റവും ചെറിയ 6 അക്ക നമ്പർ എന്ന് ചോദിച്ചാലോ, അങ്ങനെയാണെങ്കിൽ ഈ 10,000 പകരം നമ്മൾ 1,00,000 എന്നാണ് എടുക്കേണ്ടത്. 6 അക്ക നമ്പർ എന്ന് പറയുമ്പോൾ 1,00,000 എടുക്കുന്നത്. അത് നമ്മൾ ആ ഒരു ലോജിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യണം. പക്ഷേ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഏത് ചോദ്യത്തിലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണെന്ന് കാര്യം ഓർക്കുക. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? 10,004 ആണ് ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം 120 raised to 12ന്റെ ആകെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 120 2 വെച്ച് പോകുമ്പോൾ 60 ആണ്. പിന്നെ 2 വെച്ച് പോകുമ്പോൾ 30 എന്ന് കിട്ടും. 2 വെച്ച് പോകുമ്പോൾ 15 കിട്ടും. 2 വെച്ച് പോകുമ്പോൾ നമുക്കിവിടെ 5 എന്ന് കിട്ടും. 3 വെച്ച് പോകുമ്പോഴാണ് നമുക്കിവിടെ 5 എന്ന് കിട്ടുക, അല്ലേ? ഇനി 2 വെച്ച് 15 പോകില്ല. അപ്പോൾ 3 വെച്ച് പോകാം. 3 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. അപ്പോൾ പ്രൈം നമ്പർ വെച്ച് തന്നെ നമ്മളിങ്ങനെ ഫാക്ടർ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 120 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു പിന്നെ ഇവിടെ വരുന്നത് 3 ആണ്. 3 ഇൻറ്റു 5 ഓൾ റേസ് ടു 12 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് 3 കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടും 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഓൾ റേസ് ടു 12 എന്ന് കിട്ടും. ആ 12 ഉള്ളിലോട്ട് കൊണ്ടുവരുമ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ്? അപ്പോൾ 2 എത്ര ഉണ്ട്? 2 എന്ന് പറയുന്നത് 36 ഉണ്ട്. 3 എന്ന് പറയുന്നത് 12 ഉണ്ട്. 5 എന്ന് പറയുന്നത് 12 ഉണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ 36 പ്ലസ് 12 പ്ലസ് 12 ചെയ്താൽ മതി. അതായത് 36 പ്ലസ് 24 എന്ന് വരും. അതായത് 60 എന്ന് വരും. അപ്പോൾ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ 2 ആണ്, 60 എന്നാണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് കിട്ടുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ കൊടുത്ത സംഖ്യയിൽ 12ന്റെ ഗുണിതം എന്നാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ്. 12ന്റെ ഗുണിതം നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? തന്നിരിക്കുന്ന നമ്പർ 4 കൊണ്ടും അതേപോലെ തന്നെ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യും. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു വലിയ നമ്പർ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്ത്? അതിൻ്റെ അവസാനത്തെ 2 ഡിജിറ്റ് മാത്രം എടുക്കുന്നു. അത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ നോക്കുമ്പോൾ 47 4ന്റെ മൾട്ടിപ്പിൾ അല്ല, 49 4ന്റെ മൾട്ടിപ്പിൾ അല്ല, 47 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും 2 3 4 എന്തല്ല 12ന്റെ ഗുണിതമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ 16 4ന്റെ മൾട്ടിപ്പിൾ ആണ് അവസാനം തന്നിരിക്കുന്ന ഈ ഒരു 2 അക്കം നമ്മൾ എടുത്തു നോക്കിയാൽ 16 എന്ന് പറയുന്ന 4ന്റെ ഗുണിതമായിട്ട് വരുന്ന നമ്പറാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 3816 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാണ്. ഇത് നമ്മൾ 3ന്റെ കേസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി 3 ഓപ്ഷൻസ് എന്താണ് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞു. ഇനി ഒരു ഓപ്ഷനെ ബാക്കിയുള്ളൂ. സ്വാഭാവികമായിട്ട് അത് തന്നെയായിരിക്കും നമ്മൾ ഉത്തരമായിട്ട് വരിക. ഇനി അഥവാ അത് ഉത്തരമല്ലെങ്കിലും നമ്മുടെ ഫൈനൽ ആൻസർ വരുമ്പോൾ അത് ഡിലീറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം 3ന്റെ ഗുണിതമാണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ഇതെല്ലാം കൂടെ കൂട്ടുക. 3 + 8 + 1 + 6 ചെയ്താൽ മതി. അതിൻ്റെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമാണെന്ന് നോക്കിയാൽ മതി. 8 3 നമുക്കിവിടെ 11 എന്ന് വരുന്നു. 11 1 കൂട്ടിയാൽ 12, 12 6 കൂട്ടിയാൽ 18, 18 നമുക്കറിയാം 3ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് നമുക്ക് ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു. തന്നിരിക്കുന്ന 3816 ആണ് ഇവിടെ 12ന്റെ ഗുണിതമായിട്ട് വരിക.
ഇനി അടുത്ത ഒരു ചോദ്യം അതേപോലത്തെ ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ഉത്തരം നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യയിൽ 12 ഗുണിതം ഏത് എന്ന ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ നൽകിയിട്ടുണ്ടായിരിക്കും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇത് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ സെയിം ചോദ്യം തന്നെ ചെയ്ത് സമയം കളയണ്ടല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8 എന്ന സംഖ്യാ ശ്രേണിയിൽ ഏത് സംഖ്യ കൂട്ടിയാൽ കിട്ടുന്ന ആകെ തുകയെ 9 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാമെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻ ഇതല്ല വരുന്നത്. ഇവിടെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 8, 9, 6, 3 എന്നാണ് ഓപ്ഷൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. 2007 ഒരു LDC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണിത്. 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇനി ഏതൊരു നമ്പർ കൂട്ടിയാൽ, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് നമ്പർ കൂട്ടിയാലാണ് അത് 9ന്റെ ഗുണിതമായിട്ട് മാറുക എന്നാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം 1, 2, 3, 4, 5, 6, 7, 8 ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 36 എന്നാണ് കിട്ടുക. ഈ 36നോട് 8 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 44 ആണ്. 44 എന്ന് പറഞ്ഞാൽ 9ന്റെ ഗുണിതമാണോ? അല്ലല്ലോ. അതുപോലെ തന്നെ 6 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 42. 42 9ന്റെ ഗുണിതമല്ലോ. 3 കൂട്ടിക്കഴിഞ്ഞാൽ 39. അത് നമ്മുടെ 9ന്റെ ഗുണിതമല്ലോ. അപ്പോൾ 9 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന 45 എന്ത് ഇവിടെ നമ്മുടെ 9ന്റെ ഗുണിതമായിട്ട് വരുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്. എന്നാൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലാണ്. 1, 2, 3, 4, 5, 6, 7, 8 ഇവിടെ ഒരു ബ്ലാങ്ക് ഇടും. അതിനുശേഷം ഓപ്ഷൻ എ ആയിട്ട് തന്നിരിക്കുന്നത് 0, ഓപ്ഷൻ ബി ആയിട്ട് തന്നിരിക്കുന്നത് 9, ഓപ്ഷൻ സി ആയിട്ട് തന്നിരിക്കുന്നത് 3, അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയിൽ നൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക 1, 2, 3, 4, 5, 6, 7, 8 ഒരു ബ്ലാങ്ക് ഇട്ടിരിക്കുകയാണ്. ഈ ഒരു വലിയ നമ്പർ തന്നിരിക്കുന്നു. അതിൽ ഈ ഒരു ഭാഗത്ത് ഏത് നമ്പർ ആഡ് ചെയ്താൽ, ഏതൊരു നമ്പർ അവിടെ നമ്മൾ കൊടുക്കുകയാണെങ്കിലാണ് ഈ തന്നിരിക്കുന്ന മൊത്തത്തിലുള്ള നമ്പർ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നൊരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട നമ്പറുകൾ ഏതൊക്കെയായിരിക്കും? ഇത്രയും ഉള്ള സമ്മ് നിങ്ങൾ കൂട്ടി നോക്കുക. ഇത്രയും നമ്പറിൻ്റെ സമ്മ് കൂട്ടുമ്പോൾ നമുക്ക് അവിടെ 36 കിട്ടി. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്പർ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അതിൻ്റെ ആകെ തുക നമ്മൾ എടുക്കും. അത് 9ന്റെ ഗുണിതമാണെങ്കിൽ ആ ഒരു നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 36 എന്ന് പറയുന്ന ഈ ഒരു തുക നമുക്കറിയാം 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇനി ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു മൊത്തത്തിലുള്ള നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ 9 വന്നു കഴിഞ്ഞാൽ 36 + 9 ചെയ്താൽ 45 എന്നാണ് വരിക. അപ്പോൾ അവിടെ 9 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഈ പറയുന്ന മൊത്തത്തിലുള്ള ആ വലിയ നമ്പറിനെ നമുക്ക് 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 0 എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായി പോകും. കാരണം 9 എന്ന് പറയുന്ന ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നൺ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷനിൽ ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ എ ആൻഡ് ബി എന്ന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എ ആൻഡ് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, വരാൻ പോകുന്ന പരീക്ഷയിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഉത്തരം എഴുതുക എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് എങ്ങനെയാണ് 9ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇതാണ്. 89, 108, 124 ഇത് ഗുണിച്ച് ബൈ 11 ചെയ്യുമ്പോൾ കിട്ടുന്ന സിസ്റ്റം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. 89 × 108 × 124 ഡിവൈഡ് ബൈ 11 ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സിസ്റ്റം എന്താണ്? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത് മൊത്തത്തിൽ ഗുണിച്ചിട്ട് 11 കൊണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ സിസ്റ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് 89ഉം 11ഉം തമ്മിൽ ഹരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സിസ്റ്റം എത്ര നോക്കാം. നമുക്കറിയാം 11 × 8 88 അപ്പോൾ അവിടെ സിസ്റ്റം വരുന്നത് 1 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി 108ഉം 11ഉം നമ്മൾ ഹരിക്കുക. നമുക്കിവിടെ 9 വട്ടം പോകുമ്പോൾ നമുക്കിവിടെ 99 കിട്ടുന്നു. നമുക്കിവിടെ വരുന്നത് 9 എന്നാണ് അല്ലേ? അവിടെ സിസ്റ്റം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 9 എന്നാണ് നമുക്കിവിടെ സിസ്റ്റമായിട്ട് കിട്ടുക. ഇനി അടുത്തത് 124ഉം 11ഉം നമ്മൾ ഹരിക്കുന്നു. ഇപ്പോൾ നമുക്ക് 121 എന്ന് പറയുന്നത് എന്താണ്? ഈ 11ന്റെ ഗുണിതമാണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന സിസ്റ്റം എന്ന് പറയുന്നത് 3 ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എല്ലാ സിസ്റ്റങ്ങളും ഉണ്ടല്ലോ, അതായത് 1ഉം 9ഉം 3ഉം ആണല്ലോ നമുക്കിപ്പോൾ സിസ്റ്റം കിട്ടിയത്. അതെല്ലാം കൂടി എന്ത് ചെയ്യുക? ഗുണിക്കുക. 9ഉം 3ഉം 27, 27 × 1 എന്ന് പറയുന്നത് നമുക്കവിടെ 27 എന്ന് കിട്ടും. നമ്മളോട് പറഞ്ഞിരിക്കുന്ന സിസ്റ്റം കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം ഏതൊരു സംഖ്യ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഹരിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് അതിലും ചെറിയ നമ്പർ ആയിരിക്കും അല്ലേ? ഇപ്പോൾ 11 വെച്ച് ഞാൻ ഹരിക്കുകയാണെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലഭിച്ചിരിക്കുന്ന ഇത് 27 ആയതുകൊണ്ട്, അതായത് 11ലും കൂടുതലുള്ള ഒരു നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ 27നെ 11 വെച്ചിട്ട് ഒന്നും കൂടെ ഹരിക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സിസ്റ്റം എത്രയായിരിക്കും? 11 × 2 22 ആണ്. പിന്നെ വരുന്നത് എന്താണ്? 5 ആണ് നമുക്കിവിടെ കിട്ടുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്പറിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 5 എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. സിസ്റ്റം എന്ന് പറയുന്നത് എത്രയാണ്? 5 എന്നാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഏതൊരു നമ്പർ ഇങ്ങനെ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു രീതി തന്നെയാണ്. നമ്മൾ കാണുമ്പോൾ ഒരു വലിയ പാടായിട്ട് നമുക്ക് തോന്നും, എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്.
നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്ന ഈ ഒരു ചോദ്യം. ഇതും പ്രീവിയസ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 2019 ഖാദി ബോർഡ് LDC പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എങ്ങനെയാണ് ഈ സിസ്റ്റം കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇത് ഏത് നിങ്ങളുടെ എടുത്തിട്ട് നിങ്ങൾ ചെയ്താലും ഈ ഒരു രീതി തന്നെ ആയിരിക്കും കിട്ടുക. വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ എടുക്കാം. 6×3×2/3 ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ 6 3 18, 18 2 നമുക്കിവിടെ എന്ത് കിട്ടി? 36/3 എന്നാണ് കിട്ടിയത്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം എന്തായിരിക്കും? 0 നമ്മുടെ സിസ്റ്റം വരിക. ഇനി നേരത്തെ ചെയ്ത പോലെ ചെയ്ത് നോക്കുക. 6/3 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്? സിസ്റ്റം എന്ന് പറയുന്നത് 0 ഇൻറ്റു ഇവിടെ 3/3 എന്ന സിസ്റ്റം 0 2/3 2 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 തന്നെയാണ് നമുക്ക് കിട്ടുക. അതായത് ഒരെണ്ണം നമുക്ക് 0 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ 0 കിട്ടുക. അപ്പോൾ അവിടെ സിസ്റ്റം എന്താണ്? 0 നമുക്ക് പറയാൻ പറ്റും. ആ ഒരു രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഈ ഒരു രീതിയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്നതിൽ ചെറുത് എന്നാണ്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മളൊരു സംഖ്യാ ശ്രേണി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 0. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അത് പോസിറ്റീവാണ്. 1 2 3 4 5 6 എന്ന് വരും. ഇനി ഇപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ -1 -2 -3 ഇങ്ങനെ അത് ഇൻഫിനിറ്റി വരെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുന്ന് ഈ ഒരു ദിശയിലേക്ക് പോകും തോറും എന്താണ് ഇതിൻ്റെ വാല്യൂവിൻ്റെ ആ ഒരു വലുപ്പം എന്താണ്? കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലേ? -3 നിന്ന് പോസിറ്റീവ് ഭാഗത്തേക്ക് പോകും തോറും എന്ത് ചെയ്യാണ്? വാല്യൂവിൻ്റെ ആ ഒരു വലുപ്പം എന്താണ്? കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ചെറുത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ -10 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, -6 ഉണ്ട്. നമുക്കറിയാം -6 ചെറുതാണ് ഇത് -10 എന്ന് പറയുന്നത്. കാരണം എന്താണ്? -6 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരിക. ഇവിടെയാണ് എന്ത്? -10 വരിക. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഏറ്റവും ചെറുത് എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് -10 ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. -100 ചെറിയ സംഖ്യ എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ ചോദിച്ച ചോദ്യം തന്നെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. ഏതായിരിക്കും? -100 ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ -200 ആണ് വരിക. സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി തന്നിരിക്കുന്നതിൽ വലുത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇതും മറ്റൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തുക നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം, ഒരു പരീക്ഷയുടെ സമയത്ത് നമ്മളിത് ഗുണിച്ചു നോക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഇത് 2017 LDC തിരുവനന്തപുരം മലപ്പുറം ജില്ലയിലേക്ക് നടന്ന പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു ടിപ്പാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ 25 × 75, മറ്റൊരു നമ്പർ എന്ന് പറയുന്നത് 22 × 78, അടുത്ത നമ്പർ 24 × 76, അടുത്ത നമ്പർ എന്ന് പറയുന്നത് 26 × 74 ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ വലിയ നമ്പർ ഉണ്ടല്ലോ, ഈ വലിയ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് കിട്ടി. അതുപോലെ 25ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ആണെന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ വലിയ സംഖ്യകൾ തമ്മിലും ചെറിയ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണെങ്കിൽ, ഇങ്ങനെ നമുക്കൊരു ചോദ്യം തരുന്നത് എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും. ആ ഒരു രീതി ഫോളോ ചെയ്തിട്ടായിരിക്കും PSC ചോദ്യങ്ങൾ തരിക. അപ്പോൾ എന്താണ്? വലിയ സംഖ്യകളും അതുപോലെ ചെറിയ സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണെങ്കിൽ അതിലെ ചെറിയ സംഖ്യകളിൽ വലുതേതാണോ? ഇപ്പോൾ ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാ? 25ഉം 24ഉം അല്ല ചെറിയ സംഖ്യകൾ എന്ന് പറയുന്നത്. അതിൽ വലുത് ഏതാണ്? 25 അല്ലേ? അതായിരിക്കും എന്തായിരിക്കും വലുത് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ 2 മാത്രം എടുത്ത് നമ്മൾ ഇനി ഇവിടെ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 75ഉം 25ഉം ഞാനിവിടെ എടുത്തു. അപ്പോൾ 76ഉം 24ഉം എടുത്തു. അതിൽ നിന്ന് മനസ്സിലായി 75ഉം 76ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. 25ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് സെയിം ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഇതിൽ വലുതാണ്. 25ലും 24ലും എഴുതിയതാണ് ഈ പറയുന്ന 25ആണ് വലുത്. അപ്പോൾ ഇവിടെ 24 × 76 അതുപോലെ 25 × 75 ഏറ്റവും വലുതായിട്ട് നമുക്ക് കിട്ടുന്ന ഏതാണ്? 25 × 75 ആണ്. അത് നമ്മളിവിടെ എടുത്ത് മാറ്റി എഴുതുക. ഇങ്ങനെ നോക്കുക, 78ഉം 74ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. 22ഉം 26ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, ഇതിൽ വലുത് ഏതാണ്? 22ലും 26ലും വലുത് ഏതാണ്? 26 ആണ്. അപ്പോൾ 26 × 74 ആണ് വലുത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൈവശം ഈ 2 നമ്പറുകളാണ് ഉള്ളത്. ഇനി നോക്കുക, 75ഉം 74ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. 25ഉം 26ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെ ആയല്ലോ. ഇനി അടുത്ത എന്താണ്? ഈ 25ലും 26ലും വലുത് ഏതാണെന്ന് നോക്കേണ്ടത്. അപ്പോൾ 26 അപ്പോൾ 74 × 26 ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. 4 എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി ചെറുതാണെന്ന് ചോദിച്ചെങ്കിലോ ഇത് നേരെ തിരിച്ച് ചെയ്യണം. എങ്ങനെ? 25ഉം 24 ചെറുത് ഏതാണ്? 24 ആണ്. അപ്പോൾ 24 × 76 ആണ് അവിടെ ചെറുത്. അപ്പോൾ നമ്മൾ അത് പിടിച്ചിട്ട് ഇങ്ങോട്ട് എഴുതുക. 24
4×76 ഇങ്ങോട്ട് എഴുതുക. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 26ഉം 74ഉം 22ഉം 78ആണ്. അപ്പോൾ അവിടെ 22 78ആണ് നമ്മൾ ഇങ്ങോട്ട് പിടിച്ചെഴുതേണ്ടത്. ഇനി നോക്കുക, 24ഉം 22ഉം തമ്മിലുള്ള ഡിഫറൻസ് 2ആണ്. 76ഉം 72ഉം തമ്മിലുള്ള ഡിഫറൻസ് 2ആണ്. അപ്പോൾ അതിൽ ചെറുത് ഏതാണ്? 22ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വലുത് ചോദിച്ചിരിക്കുന്നു, നാളെ ചെറുത് ചോദിച്ചാലും ഈ ഒരു രീതിയിലാണ് ചെയ്തു പോകേണ്ടത്. അപ്പോൾ ഈ ഒരു രീതി കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നല്ല രീതിയിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കാരണം പ്രീവിയസ് ചോദ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യങ്ങളൊക്കെ തരുന്നത് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു രീതി തന്നെയായിരിക്കും PSC ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു മെത്തേഡാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കൂട്ടത്തിൽ പെടാത്ത സംഖ്യ എന്നാണ്. നമ്മൾ ഓൾറെഡി ഇന്നലെ അഭാജ്യ സംഖ്യ എന്ന് പറയുന്ന ഒരു ഭാഗം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കൂട്ടത്തിൽ പെടാത്തത് എന്നാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ 9 എന്ന് പറയുന്നതും 29 എന്ന് പറയുന്നതും 49 എന്ന് പറയുന്നതും എന്തല്ല അഭാജ്യ സംഖ്യയല്ല. എന്നാൽ 39 എന്ന് പറയുന്ന അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? 39 നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, അഭാജ്യ സംഖ്യകളെ ഏക ഇരട്ട സംഖ്യ എന്നാണ്. ഇന്നലെ ഓൾറെഡി പഠിച്ചതാണ്. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 2 എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഈ ഇനി എന്താണ്? 15നും 35നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ് ചോദ്യം? 15നും 35നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര ആണ്. നമ്മൾ ഓൾറെഡി 10 വെച്ചിട്ടുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ഒന്നിനും ഒരു കോഡിലൂടെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. 4 2 2 3 2 2 3 2 1 എന്ന് പറയുന്ന ഒരു കോഡ് പഠിച്ചു. അതിൽ 4 4 2 2 3 2 2 3 2 1. അതിൽ 1 മുതൽ 10 വരെ ആണെങ്കിൽ 4ആണ്. 10 മുതൽ 20 വരെ ആണെങ്കിൽ 4ആണ്. 20 മുതൽ 2 വരെ ആണെങ്കിൽ എത്രയാണ്? 2 ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 30 മുതൽ 40 വരെ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 15നും 35നും ഇടയിലാണെന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ 1 മുതൽ 10, പിന്നെ 10 മുതൽ 20, 20 മുതൽ എന്താണ് 30 വരെയാണെങ്കിൽ നമുക്ക് അവിടെ 2 എണ്ണം കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് 15നും 20നും ഇടയിൽ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ തന്നെ 30നും 35നും ഇടയിൽ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന പ്രൈം നമ്പേഴ്സ് പൊതുവേ കാണാറുള്ളത്. അങ്ങനെയാണെങ്കിൽ 18 എന്ന് പറയുന്ന 6ന്റെ ഒരു മൾട്ടിപ്പിളാണ് ഈ 15നും 20നും ഇടയിൽ. അതിൻ്റെ പിറകിലായിട്ട് വരുന്ന 17ഉം അതിൻ്റെ മുൻപിലായിട്ട് വരുന്ന 19ഉം ഒരു അഭാജ്യ സംഖ്യയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ. അപ്പോൾ അവിടെ 2 എണ്ണം നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ 2 എണ്ണം ഇപ്പോൾ നമുക്ക് കിട്ടി. ഇനി 30നും 35നും ഇടയിലാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 6ന്റെ മൾട്ടിപ്പിളാണ് 30 എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 31 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 32 33 34 ഒന്നും എന്നല്ല അഭാജ്യ സംഖ്യയല്ല. 35 അഭാജ്യ സംഖ്യയല്ല. 36 കഴിഞ്ഞാൽ വരുന്ന 37 എന്താണ്? അഭാജ്യ സംഖ്യയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് 15നും 35നും ഇടയിൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 + 2 4, 4 + 1 ആണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്? 5 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ 2 ആണ്. 5 എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ കാര്യം, ഈ ഒരു കോഡ് നമുക്കറിയാമെങ്കിൽ ഈ 10 മുതൽ 20 മുതൽ 30 വരെ ഉള്ളത് നമുക്ക് അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറ്റയടിക്ക് അവിടെ 2 എന്ന് മനസ്സിലാക്കി വെച്ചു. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ആ കോഡ് പഠിപ്പിച്ചതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒപ്പം നമ്മളൊരു ടിപ്പും പറഞ്ഞു തന്നു. എപ്പോഴും ഈ 6ന്റെ ഗുണിതമായിട്ട് വരുന്നതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ടായിരിക്കും എന്ത് കാണപ്പെടുക? ഈ അഭാജ്യ സംഖ്യയിൽ കാണപ്പെടുക. അതിലൂടെ നമുക്ക് അഭാജ്യ സംഖ്യയാണോ അല്ലയോ എന്നൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാരണം എല്ലാം നമുക്ക് കാണാപ്പാഠം പഠിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്നത് സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. ഇത്തരത്തിലുള്ള ടൈപ്പ് ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇനിയും കുറേ പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തും. അതോടൊപ്പം തന്നെ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് ഈ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇനിയും കുറച്ച് ക്ലാസ്സിലൊക്കെ ഉണ്ടാവും. നമ്മൾ കുറച്ചീച്ചായിട്ട് ബേസ് ഒക്കെ പഠിച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുക. ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് നമുക്കുള്ളത്. അതായത് നിങ്ങൾ പരീക്ഷകളിൽ പോയിരിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്തിരിക്കണം. ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിലൂടെ സന്ദർശിച്ച് ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മാക്സുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും അവിടെ നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സംഖ്യകളുടെ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അതിലൂടെ പോയിട്ട് വേണമെങ്കിലും ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.